പുറത്തൊന്നും ആരും ഇല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നൂറേൻ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്റെ നൂറേൻ എന്നെ കൊന്നിട്ട് നിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആ ഉറപ്പ് പോരെ? നീ വാ മണ്ണെ പുറത്തേക്ക്. വരാൻ ഇവിടെയൊന്നും വേറെ ആരും ഇല്ലടി പെണ്ണേ. ഇതിനായിരുന്നു വരാൻ പറഞ്ഞത്? എന്റെ പെണ്ണ് ഇവിടെ കുറെ സാത്താന്മാരുടെ ഇടയിലാണെന്ന് എനിക്ക് അറിവ് കിട്ടി. അപ്പ തോന്നി ആഗ്രഹം ഒന്ന് നേരി കാണണമെന്ന്, ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന്. ഇനി എന്താ ആശ്വാസവാക്ക്? എല്ലാം അവസാനിക്കാൻ പോവോ? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോണില്ല. സ്വപ്നം കണ്ടതെല്ലാം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാം അല്ലേ? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സങ്കടത്തോടെ അത് ഓർത്തിരിക്കാം. എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് കൂട്ടായിട്ട് നിന്നെ ചേർത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു നൂറെ, നിന്നെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. സ്നേഹിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ ഈ നെഞ്ചിൽ നിന്നെ ചേർത്ത് നിർത്താൻ തന്നെയാണ്. അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. വീണ്ടും വീണ്ടും എന്തിനാ വെറുതെ എനിക്കിങ്ങനെ ആശ തരുന്നേ? മൈലാഞ്ചി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് നിക്കാഹ. മനസ്സിൽ ഒരാളെ പ്രതിഷ്ഠിച്ചിട്ട് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ ഈ നൂറുണ്ടാവില്ല. ഉറപ്പ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. തടി പോലെ ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുമല്ലേ. നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. അതിനു മുൻപേ രജിസ്റ്റർ മാരേജ് ചെയ്യണം. രജിസ്റ്റർ മാരേജോ? അതാരെങ്കിലുമൊക്കെ അറിയില്ലേ? ഒരാളും അറിയില്ല. നമ്മളും എൻ്റെ കൂട്ടുകാരും കൂടി പോകുന്നു, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. തന്നെ അതേപോലെ ഇവിടെ കൊണ്ടാക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുക. ഒന്നും പേടിക്കണ്ട. നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അരുണിനെ അറിയാന്നുള്ള ആൾ അവിടുത്തെ പിയൂണ്. രജിസ്റ്റർ ചെയ്യുന്ന വിവരം നോട്ടീസ് ബോർഡിൽ ഇടുന്നത് വരെ ഒരാളും കാണാത്ത രീതിയിലായിരിക്കും. ഒരു 11 മണിക്ക് മുമ്പ് നമുക്ക് നാളെ അവിടെ എത്താൻ പറ്റണം. നാളെയോ? പിന്നല്ലാതെ. അതല്ലേ ഞാൻ ഈ രാത്രി തന്നെ വന്നത്. നാളെ പാർക്കിനടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് ഞാൻ മെസ്സേജ് ഇടും. അപ്പം ഇറങ്ങി വന്നേക്കണം. ഹലോ, പറഞ്ഞത് കേട്ടല്ലോ. നാളെ 11 മണി. സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം.